എല്ലാത്തരം ഓഡിയൻസിനും ഇഷ്ടപ്പെടുമോ അതോ മെയിൽ ഓഡിയൻസിന് മാത്രമാണ്? മാഡത്തിന് എന്താ പറയുക? നല്ല സിനിമ തന്നെയാണ്. ക്ലിയർ ലെവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. യൂഷ്വലി അങ്ങനെ ആരും പറയാത്ത ഒരു വിഷയത്തിനെ കുറിച്ച് പറയുന്നത് നല്ല സിനിമ. ആസിഫ് അലിയുടെ അഭിനയമൊക്കെ നല്ലത്. സ്റ്റോറി ലൈനൊക്കെ എങ്ങനെയുണ്ട്? നമ്മൾ ആണുങ്ങളൊക്കെ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണോ? നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആണുങ്ങളൊക്കെ കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണ്. ആണുങ്ങളെന്നല്ല എല്ലാവരും കണ്ടിരിക്കണം. ഇത് എന്തുകൊണ്ടും പുരുഷന്മാരെ കുറിച്ച് കൂടുതൽ ഇതായിട്ട് പറയുകയും അതിനെക്കുറിച്ചുള്ള അത് നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ടും ചെയ്തിട്ടുണ്ട് പടം. എന്തുകൊണ്ട് നല്ലൊരു പടമാണ്. അഭിനയ വയസ്സായാലും ഈ പ്ലോട്ടെന്ന് പറയുന്നത് നമുക്കറിയാം, എപ്പോഴും നമ്മൾ കാണുന്നതെന്ന് പറയുന്ന സ്ത്രീയുടെ പക്ഷമാണ്. എന്തുകൊണ്ടും വേറൊരു പക്ഷവും അങ്ങനെ ഉണ്ട്, പുരുഷന്മാർക്കും ഒരു സംസാരിക്കാനുണ്ട് എന്ന രീതിയിൽ പറയുന്നൊരു എല്ലാവരും ഒരേപോലെ തന്നെ. അതാണ് അതിനെക്കുറിച്ചിട്ടുള്ള നല്ലൊരു കഥയാണ്. നല്ലപോലെ എക്സിക്യൂട്ടും ചെയ്തിട്ടുണ്ട് പടം. നിയമങ്ങളെല്ലാം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അത് സ്റ്റോറി, അത് റിയൽ ഇൻഷുറൻസും എടുത്ത് പറയുന്നുണ്ട്. അവസാനം നമുക്ക് കാണാൻ പറ്റും, റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മെയിൽസ് മാത്രമല്ല, എല്ലാവർക്കും ഒരു മാനസിക ഒരു ഇത് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇതുപോലൊരു അഡ്രസ്സിങ് കണ്ടിട്ടില്ല. നോവലായാലും സിനിമയിലായാലും. ജയഹയൊക്കെ വന്നപ്പോൾ നമ്മൾ ഏൽപ്പിച്ചു വിട്ടായിരുന്നു. അപ്പം സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും സമൂഹത്തിൽ ജീവിക്കണമെന്നുള്ളതിന് കുറച്ച് എക്സാംസ് പടം കാണിക്കുന്നുണ്ട്. അതായത് ചില സെക്ഷൻസ് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഈ നമ്മൾ തുല്യനീതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സ്ത്രീകൾക്ക് അനാവശ്യമായിട്ട് ആവശ്യമാണ് ഇല്ലെന്നല്ല, പക്ഷേ അവർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജിനെ അവർ മിസ്യൂസ് ചെയ്യുകയും അത് പുരുഷന്മാരുടെ ദേഹത്ത് തീർക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ ഒരുപാട് കാണാറുണ്ട്. പടത്തിൻ്റെ അവസാനം കുറേ പത്ര കട്ടിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണിത്.